ബ്രോ ഇതൊന്ന് നോക്കൂ, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സ്ലോ ആ, വൈറസ് എന്തോ ആണെന്ന് തോന്നുന്നു. ഈ സെറ്റപ്പ് ഉള്ളാലോടാ. ഞാൻ ഇതുപോലെ ഒരു ടെക്കി കമ്പനിയിൽ വർക്ക് ചെയ്ത് അടിപൊളിയായിരിക്കും അല്ലേ? സത്യോടെ ഈ സംഭവം കളറാണ്. പിന്നെ എന്താ പരിപാടി, ഒരു ചായ പിടിച്ചാലോ? ആടാ കുടിക്കാലോ. ഈ ഗ്ലാസ് നോക്കിയ ഒരു വൃത്തിയില്ല. ഞാനൊക്കെ ഫുഡ് സേഫ്റ്റി എക്സ്പേർട്ട് ആയിട്ട് വേണം ഇതിനെയൊക്കെ ഒന്ന് ശരിയാക്കാൻ. അതും കുഴപ്പമില്ലാത്തൊരു ഓപ്ഷൻ തന്നെയാണ്. ഇതിന്റെ സ്ക്രീൻ കാണുന്നു, ചേഞ്ച് ചെയ്യണം. ബൈ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയാണ്. എടാ ഞാനിങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. ചെറിയൊരു യൂസഫലിയൊക്കെ ആയാലോ? പൊന്നോ മോനെ, ബൈ കഴിഞ്ഞാ? ഓക്കെ, താങ്ക്സ്. എടാ നോക്കിയടാ, എന്ത് ക്യൂട്ടാ. അല്ലെങ്കിൽ ഞാനൊരു വെറ്റിനറി ഡോക്ടർ ആയാലോ? അതാവുമ്പോ എനിക്ക് എപ്പോഴും അവരുടെ കൂടെ ഇരിക്കാലോ. പൊന്നളിയാ, നീ ഏതെങ്കിലും ഒരു വഞ്ചിയിൽ കാലുവെക്കി. കുറെ ആയാലും ഇത് ആകെ വല്ലാത്ത അവസ്ഥ. ഏത് കോഴ്സ് എടുക്കുന്നു, എന്ത് ജോലി ഒന്നും ഒരു ഐഡിയ ഇല്ല. എടാ നീ ഇങ്ങനെ ഡൗൺ ആവല്ലടാ, നീ ഏത് ഫീൽഡ് വേണമെങ്കിലും എടുത്തു. യൂറോപ്പിൽ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ നിനക്ക് പറ്റിയ എല്ലാ കോഴ്സസും ഫീൽഡ്സും ഉണ്ട്. അത് മാത്രമല്ല ട്യൂഷൻ ഫീസ് പറഞ്ഞാൽ ജസ്റ്റ് 2 ലക്ഷം രൂപ മാത്രം വരുന്നുള്ളൂ. പിന്നെ മുമ്പ് പഠിച്ചെടുത്ത് ഒരു 60% മാർക്ക് ഉണ്ടെങ്കിൽ നിനക്ക് എന്തായാലും അവിടെ അഡ്മിഷൻ കിട്ടും. എൻ്റെ യൂണിവേഴ്സിറ്റി ഈസ് ലാറ്റ്വിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ലൈഫ് സയൻസസ് ആൻഡ് ടെക്നോളജീസ്. ഈ യൂണിവേഴ്സിറ്റി ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ വേൾഡ് റാങ്ക്സിന് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഡിഗ്രിയും ഒപ്പം ഗ്ലോബലി നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടുന്നു. അത് മാത്രമല്ല ഫുഡ് സയൻസ്, ജിയോ ഇൻഫോർമാറ്റിക് ആൻഡ് ജിയോ സെൻസിംഗ്, ഇൻഫർമേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സോഷ്യോളജി ഓഫ് ഓർഗനൈസേഷൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻസ്, ബിസിനസ് മാനേജ്മെന്റ്, വെറ്ററിനറി മെഡിസിൻ പോലെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. എടാ നമ്മളെ വല്ല കേൾക്കണ്ട നീ? എടാ നീ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരില്ലേ കൊച്ചിയിലെ എംബയോ ഓവർസീസിൽ വന്നേക്കുന്നത്? ഞാൻ എന്തായാലും അവർ ത്രൂ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അവിടെ ഞാനും കേട്ടിട്ടുണ്ട് അവരെ പറ്റി. ഏകദേശം 10 വർഷത്തോളം ഈ യൂണിവേഴ്സിറ്റി ആയിട്ട് അവർക്ക് കൊളാബറേഷൻ ഉണ്ട്. പിന്നെ പറയാനില്ല, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അഗ്രിമെന്റ്സും ഉണ്ട്. പിന്നെ വിസയുടെ കാര്യം നോക്കൊന്നും വേണ്ട, എന്തായാലും സക്സസ് റേറ്റ് കൂടുതലാണ്. ധൈര്യമായിട്ട് പോയിക്കോ.